ഹമാസ് നേതാവ് ഹനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ പല കമാൻഡർമാരെ കൊലപ്പെടുത്തിയപ്പോഴും മൗനത്തിലായിരുന്ന ഇറാൻ ഇപ്പോൾ ഇതാ വലിയൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇറാൻ പറയുന്നത് ഇനിയും നോക്കിയിരിക്കാൻ കഴിയില്ല. ഈ ലെബനൻ അതിർത്തി ഇസ്രയേൽ കടക്കുകയാണെങ്കിൽ അത് സമ്പൂർണ്ണ യുദ്ധമായി മാറും. തങ്ങൾക്ക് നിസ്സംഗത പാലിച്ച് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് തങ്ങൾ യുദ്ധത്തിലേക്ക് നേരിട്ട് ഇറങ്ങുക തന്നെ ചെയ്യും. കാരണം ഹിസ്ബുള്ളയോട് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന കാര്യങ്ങൾ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുന്നു. ചുവപ്പ് വര കടന്നിരിക്കുന്നു. ഇനി അത് കാത്തിരിക്കാൻ ഞങ്ങൾക്ക് ആവില്ല. കര തൊട്ടാൽ, അതായത് കരസേന തെക്കൻ ലെബനനിലേക്ക് കടക്കുകയാണെങ്കിൽ തങ്ങൾ പ്രത്യക്ഷമായി തന്നെ രംഗത്ത് ഇറങ്ങുമെന്ന് ഇറാൻ പറയുന്നു. അതായത് ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം പശ്ചിമേഷ്യയിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ മയത്തിൽ സംസാരിച്ച ഇറാൻ നേതാക്കളെ അല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. വളരെ രൂക്ഷമായ ഭാഷയിൽ, ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഭാഷയിൽ, വെല്ലുവിളികളുടെ ഭാഷയിൽ, മുന്നറിയിപ്പിൻ്റെ ഭാഷയിലൊക്കെ സംസാരിക്കുന്ന ഇറാൻ നേതാക്കളെയും മന്ത്രിമാരെയുമാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രോക്സി സംഘടനയല്ല, അവരുടെ തന്നെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഇറാൻ ഇതിൽ ഇറങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ കളം ഒരുങ്ങുന്നത്. കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറാനാണ് അവരുടെ അവസാന രക്ഷകനും. ഏതായാലും വലിയൊരു യുദ്ധത്തിൻ്റെ വക്കിലാണ് പശ്ചിമേഷ്യ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.